ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു യമ്മി സീബ്ര പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സീബ്ര പുഡിംഗ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ചെറിയൊരു പാക്കറ്റ് ജലാറ്റിൻ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഈ ജലാറ്റിൻ പൗഡർ മുഴുവനായിട്ടും ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ജലാറ്റിൻ പൗഡറാണ് ഈ ഒരു പാക്കറ്റിൽ ഉണ്ടായിരുന്നത്. അത് മുഴുവനായിട്ടും നമ്മൾ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. അടുത്തതായി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ വെച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. സീബ്ര പുഡിംഗ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 6 വലിയ സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡിൻ്റെ സൈഡ് പോർഷൻ എല്ലാം ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് മുഴുവനായിട്ടും ഇതാ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് പീസസ് മുഴുവനായിട്ടും ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് പീസസ് മുഴുവനായിട്ടും നമ്മൾ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തു. അടുത്തതായി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. 1/2 ലിറ്റർ അളവിലുള്ള പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയിട്ടാണ് നമ്മൾ ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലെൻഡർ അടച്ചു വെച്ച് ഇത് ഫൈനായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്രെഡ് നമ്മൾ ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിരുന്നു. അത് മറക്കാതെ ചേർത്ത് കൊടുക്കുക. മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ജലാറ്റിൻ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം. ജലാറ്റിൻ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒട്ടും തന്നെ കൈയെടുക്കാതെ അടിയിൽ പിടിക്കാതെ നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പം നമ്മുടെ പുഡിംഗ് മിക്സ് നമ്മൾ ഇളക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്യാവശ്യത്തിന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കാവണ്ട, ഒഴിച്ചു കൊടുക്കാൻ പാകത്തിലായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പുഡിംഗ് മിക്സ് 3 ബൗളിലേക്കായിട്ട് നമുക്ക് ഒരുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ കയ്യിലില്ലെങ്കിൽ കോഫി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അതും അല്ലെങ്കിൽ ബൂസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. മറ്റൊരു ബൗളിലേക്ക് നമുക്കൊരു 3 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള മിക്സും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ പുഡിങ്ങിൻ്റെ 3 മിക്സും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. പുഡിങ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാത്രത്തിലാണ്. ഇതിൽ നമ്മളൊരു അല്പം ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആദ്യം നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വൈറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് റെഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മാറി മാറിയിട്ട് 3 മാറി മാറിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പുഡിംഗ് മിക്സ് മുഴുവനായിട്ടും നമ്മൾ ഒഴിച്ചൊഴിച്ച് തീർത്തു. ലാസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് റെഡ് കളറാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊരു ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്യൽ ഓപ്ഷണലാണ്, ഒരു നിർബന്ധവുമില്ല. ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. ഒരു ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. ഓരോ തവണ നമ്മൾ വരയുമ്പോഴും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ വരയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഇപ്പം നമ്മളിത് ഡിസൈൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പുഡിംഗ് മിക്സ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കുക. അതിനുശേഷം ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. 4 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിംഗ് ഇവിടെ ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ യമ്മി സീബ്ര പുഡിംഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിൽ